നമസ്കാരം. അസ്ട്രോവേദിക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തിലെ കാർത്തിക നക്ഷത്രക്കാരുടെ ജാതക ഫലങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് കൃതിക എന്ന സംസ്കൃത നാമത്തിൽ ആകാശത്ത് കൈവട്ടക ആകൃതിയിൽ കാണപ്പെടുന്ന സമൂഹ നക്ഷത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 15 നാഴിക മേടക്കൂറിലും രണ്ടാമത്തെ 45 നാഴിക ഇടവക്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അവരവരുടെ ജാതകം പരിശോധിച്ചാൽ ഗ്രഹനിലയിൽ മുകളിലത്തെ 4 കോളങ്ങളിൽ രണ്ടാമത്തെ കോളമാണ് മേടം. ഈ മേടത്തിൽ ച എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നക്ഷത്രക്കാർ മേടക്കൂറും, ഇടവത്തിൽ ച അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് രേഖപ്പെടുത്തി ആ കൂറുകാർ ഇടവക്കൂറുമാരും ആയിരിക്കും. ഫലങ്ങൾ പ്രവചിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. വേറിട്ട 2 ഫലങ്ങൾ നമ്മൾ ഇവിടെ പറയേണ്ടി വരും. കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ ചില പ്രത്യേകതകളും ഫലങ്ങളും പരിമിതമായ സമയത്ത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിശദമായ ഫലങ്ങളിലേക്കും സൂക്ഷ്മതലങ്ങളിലേക്കും ജൂലൈ മാസത്തിലേക്ക് പോകാൻ കഴിയൂ. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ഏത് മേഖലകളിലും സമസ്ത രംഗങ്ങളിലും ഇവർ നേതൃത്വത്തിൽ ചുമതല വഹിക്കുന്നവരായിരിക്കും. സാംസ്കാരിക, സാമുദായിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അധികാരസ്ഥാനത്തെത്തുവാൻ ഇവർ ഏതു വഴിയും സ്വീകരിക്കും. ആ മേഖലകളിൽ ഒട്ടേറെ വിമർശനങ്ങൾ വന്നാൽ പോലും ഈ കൂട്ടർ അത് വകവയ്ക്കാറില്ല. ആ കാര്യത്തിലൊക്കെ വളരെ താല്പര്യപൂർവം ജനങ്ങളെ സേവിക്കുന്നതിൽ വളരെ അടവ് നയത്തോടെ മിടുക്ക് കാട്ടുന്നതാണ്. ഈ കൂട്ടർക്ക് സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും വിശേഷണമായി ഇവിടെ പറയേണ്ടത്. രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ ഇവർ വളരെ മിടുക്കരാണ്. കൂടാതെ ഭക്ഷണപ്രിയരാണ്. ധാരാളം ഭക്ഷണങ്ങളും വേറിട്ട ഭക്ഷണങ്ങൾ തേടി പലയിടത്തും അലയുന്നവരുമായിരിക്കും. ഇക്കൂട്ടരുടെ ലക്ഷ്യം അവർ എന്ത് വിചാരിച്ചാലും നേടിയെടുത്തെങ്കിൽ മാത്രമേ അവർ അടങ്ങിയിരിക്കുകയുള്ളൂ. നല്ല ഭംഗിയുള്ള ഭവനം, ഇലക്ട്രോണിക് സാധനങ്ങൾ, സ്വർണം, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ അതീവ താല്പര്യം കാണിക്കുന്നു. മാത്രമല്ല ആഡംബര ജീവിതം കൂടി നയിക്കുന്നവരാണ്. സ്ത്രീ ആരാധകർക്ക് പുരുഷാരാധകരും ഏറെ ഉള്ളവരാണ് ഈ കൂട്ടർ. ആരെയും നേരത്തെ സൂചിപ്പിച്ച പോലെ വശീകരിച്ച് സംസാരിച്ച് തൻ്റെ പരിധിയിലാക്കാൻ കഴിവ് ഇവർക്ക് ഏറെയുണ്ട്. സ്ത്രീകളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ അതീവ സൗന്ദര്യം ഉള്ളവരായിരിക്കും. ദാമ്പത്യം ആദ്യഘട്ടത്തിൽ ആഹ്ലാദകരമായിരിക്കുമെങ്കിലും പിന്നീടുള്ള മധ്യകാലഘട്ടത്തിൽ അത്ര സുഖകരമായിരിക്കണമെന്നില്ല. അവസാന കാലഘട്ടത്തിൽ വീണ്ടും അവരുടെ ദാമ്പത്യം വളരെ ശോഭനമായിരിക്കും. ജൂൺ 2-ാം തീയതി വ്യാഴം മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് പകരുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഫലങ്ങൾ അനുഭവിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും മേടക്കൂറുകാരാണ്. 4-ാം ഭാവത്തിൽ മേടം നിൽക്കുന്നതിനാൽ ഒട്ടേറെ സുഖകരമായ അനുഭവങ്ങൾ അവർക്കുണ്ടാവും. ഒരു ഗ്രഹേശ ചതുഷ്പവാടിയാം വിവരവേശ തരൌഷധാം അംബികാം എന്ന പൂർത്തീകരിക്കാത്ത പല ഭവനങ്ങളും മുഴുവനാക്കി അവർ ഗ്രഹപ്രവേശം ചെയ്യും. തൊഴിൽ അന്വേഷകർക്ക് സ്വദേശത്തും വിദേശത്തും വളരെ അനുകൂലമായ കാലഘട്ടമാണ്. ഒരു ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി ഉണ്ട്. 7ര ശനി അവർക്ക് ആരംഭിച്ചിരിക്കുന്നു. 12-ൽ ശനിയുണ്ട്, മീനത്തിൽ ശനിയുണ്ട്. ഇത് ഇവർക്ക് ചെറിയ ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ഇതിനെ കട്ടികുറയ്ക്കുകയോ ഫലങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്യും. ശനിദോഷ പരിഹാരത്തിനായി ധാരാളം വഴിപാടുകൾ ശാസ്താവിനും ഹനുമൽ ക്ഷേത്രം ചെയ്താൽ ഇതിൻ്റെ പൂർണ്ണ ഫലം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക്
ഉണ്ടാകുവാൻ കഴിയും. ജൂലൈ 4 വരെ ശുക്രനും കൂടി വ്യാഴത്തിലേക്ക് വരുമ്പോൾ ആ ദിവസങ്ങൾ ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും എന്ത് തീരുമാനങ്ങൾ എടുത്താലും സൽഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യും എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇടവക്കൂറിലേക്ക് പോയാൽ മേടക്കൂറുകാരുടെ അത്രയും സത്ഫലങ്ങൾ ഇടവക്കൂറുകാർക്ക് ലഭ്യമാകുന്നതല്ല. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് ശനിദോഷമില്ല. 11 ശനിയായതുകൊണ്ട് അവർക്ക് 7.5 ശനി ആരംഭിക്കാൻ 2.5 വർഷങ്ങൾ വേണ്ടിവരും. 3-ാം സ്ഥാനത്താണ് വ്യാഴം നിലകൊള്ളുന്നത്. 3-ാം സ്ഥാനം എന്ന് പറയുന്നത് മാരകസ്ഥാനമാണ്, അനിഷ്ടസ്ഥാനമാണ്. വ്യാഴം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ രാജഗ്രഹമാണ്. രാജഗ്രഹം 3-ാമത്തെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ദൈവാധീനം വളരെ കുറവായിരിക്കും. വ്യാഴപ്രീതിക്കായിട്ട് അഷ്ടോത്തര മന്ത്രപുഷ്പാഞ്ജലി, മഞ്ഞപ്പട്ട എന്നിവ വിഷ്ണുവിനോ ശ്രീകൃഷ്ണനോ സമർപ്പിക്കുന്നത് ഇക്കാലത്ത് നല്ലതായിരിക്കും. നമ്മുടെ പൊതുഫലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സഹോദരങ്ങളിൽ നിന്നും ഇവർക്ക് നല്ല സഹായങ്ങൾ ലഭ്യമാകും. കുജൻ ജന്മത്തുള്ളതിനാൽ രക്തസമ്മർദ്ദം പോലെയുള്ള രോഗങ്ങൾ, ദുർമേധസ്, രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന സ്ട്രോക്ക് എന്നിവ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കുടുംബജീവിതം അത്ര സുഖകരമായിരിക്കണമെന്നില്ല. എന്നാൽ സന്താനങ്ങൾക്ക് പഠനത്തിൽ ഉണർവും ഉയർച്ചയും കാണും. തൊഴിൽ അന്വേഷകരായിട്ടുള്ള മക്കൾക്ക് ഏറ്റവും അനുയോജ്യപരമായ ഒരു സമയം കൂടി ആണിത്. വീടുകൾക്ക് വളരെയധികം കേടുപാടുകൾ സംഭവിച്ച് റിപ്പയർ ചെയ്ത് ധാരാളം പണം ചിലവാക്കേണ്ടി വരുന്നൊരവസ്ഥയും കൂടിയുണ്ട്. അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് സാധനങ്ങൾ. തൊഴിൽ മേഖല പരിശോധിക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ ഒത്തിരി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. മേലധികാരികളിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. നല്ല ആത്മവിശ്വാസം ഇവർക്കൊരു പ്രത്യേകതയാണ്. ഓവർ കോൺഫിഡൻസ് അപകടകരവുമാണ്. എന്തും ചെയ്യാനും ഒരു നിരാശയിൽ നിന്നും വളരെയധികം ധൈര്യം കാണിക്കാനും ഈ കൂട്ടർ മടിക്കുകയില്ല. അതുപോലെ തന്നെ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുകയും എന്നാൽ ക്ഷമ കെടുമ്പോൾ തന്നെ അറിയാതെ പ്രകോപിതനാകുകയും മറ്റുള്ളവരെ ചൊടിപ്പിക്കുകയും ചെയ്ത് ശത്രുക്കളെ സമ്പാദിക്കുവാൻ ഇക്കാലത്ത് ഇവർക്ക് കഴിയുന്നു. അതുമൂലം ഒത്തിരി ദോഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിയുമുണ്ട്. ഇത്രയും ഫലങ്ങളാണ് ഈ ഒരു മാസത്തിനുള്ളിൽ ഞാനിവിടെ പ്രതിപാദിച്ചത്.